വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് 9 ദിവസത്തിന് ശേഷം നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 9 ദിവസം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ദിവസം. നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നമുക്ക് നടക്കാൻ സാധ്യതയുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 8ാമത്തെയോ 9ാമത്തെയോ ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ആ ഒരു ദിവസം മുതൽ നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോഴും HCG ഹോർമോൺ ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോഴേക്കും അതിന്റെ വ്യത്യാസം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ദഹനത്തിലായിരിക്കും. കാരണം ഇത് ഏറ്റവും ആദ്യം തന്നെ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ദഹന പ്രക്രിയയാണ്. കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കുഞ്ഞിന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ദഹന പ്രക്രിയ അവിടെ നോർമലായിട്ട് തന്നെ നടക്കണമെങ്കിൽ കൂടി തന്നെയും പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും നമ്മുടെ ദഹനം ഒന്ന് സ്ലോ ഡൗൺ ആവുക തന്നെ ചെയ്യും. ആ ദഹിക്കാനായിട്ടുള്ള നമ്മുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് അത് നമ്മുടെ ദിനചര്യയിൽ നല്ലതുപോലെ അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടന്നു എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അവയവമാണ് ദഹനത്തെ നമുക്ക് തരുന്നത് നമ്മുടെ ആ ഒരു വ്യവസ്ഥ. അവിടെ ആ ഭാഗങ്ങളിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആയോ ഇല്ലയോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും, അതായത് പറയത്തക്ക രീതിക്കുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ശരീരത്തിന് ജസ്റ്റ് ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രഗ്നൻസി എടുത്താണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന കെമിക്കൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നതിനും എക്ടോപിക് പ്രഗ്നൻസി പോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനുമൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ദഹന പ്രക്രിയയിൽ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഇതിൽ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വയറിൽ തന്നെയായിരിക്കും. നമ്മുടെ വയറ് എപ്പോഴും ഹെവി ആയതുപോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. വയറ് ഹെവി ആവുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ്. പക്ഷേ അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ തന്നെ നമുക്ക് വയറ് ഫുൾ ആയിരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ഭക്ഷണവും എടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു ടെൻഡൻസി നമുക്ക് വരുന്നു. ഈ ടെൻഡൻസി ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ വയറിൽ ഭക്ഷണം ദഹിക്കാതെ കിടക്കുമ്പോഴാണ്. ഈ ദഹന പ്രക്രിയ അഫക്ട് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആയതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഈ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വയറിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേദന അനുഭവപ്പെടുക. ഒരുപാട് നേരം നമ്മൾ നോർമലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ അതിനുശേഷം ഭയങ്കര ഒരു ഷാർപ്പായിട്ടൊരു വേദന വരുന്നു. പിന്നെയും ഒരു 10 മിനിറ്റോളം ആ വേദന ലാസ്റ്റ് ചെയ്യും. പിന്നെയും നമുക്ക് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നു, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെയും ഹെവി ആയിട്ട് വേദന വരുന്നു, 10 മിനിറ്റോളം അത് ലാസ്റ്റ് ചെയ്യുന്നു. പിന്നീടും നമ്മൾ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ലക്ഷണമായിരുന്നു കേട്ടോ ഇത്. ഞാൻ വിശ്വസിച്ചിരുന്നത്, ഞാൻ 2 വീലർ ഓടിച്ച സമയത്ത് എനിക്ക് വയറ് നീര് വീണിട്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് തവണ 2 വീലർ ഓടിച്ചിട്ടുള്ള ഒരാളാണ്. വിവാഹത്തിന് മുൻപ് മുതൽ തന്നെ 2 വീലർ ഓടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും ഇനി റോഡിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നൊക്കെ ഉള്ള ഒരു വിചാരമായിരുന്നു. പക്ഷെ ജോലി നിർത്തി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ജോലി നിർത്തി വീട്ടിലിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊരിക്കലും നമ്മൾ ട്രാവൽ ചെയ്ത് നീര് വീഴുന്നത് കൊണ്ടുള്ള സിറ്റുവേഷൻ കൊണ്ടല്ല ഉണ്ടായത്. എന്റെ ദഹന പ്രക്രിയ സ്ലോ ആയതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത് കേട്ടോ. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് ബേൺ അനുഭവപ്പെടുക. നമ്മുടെ ദഹനം അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നെഞ്ച് എരിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് തീ വരുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലരും തന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ വൊമിറ്റ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡ് പൊസിഷൻ, അതായത് ലെഫ്റ്റ് സൈഡ് പൊസിഷൻ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ടുള്ള സമയം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും പൊസിഷനിൽ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൈജഷൻ സ്ലോ ആകും. HCG ഹോർമോൺ കൂടിയതിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടിയതിന്റെയും ഭാഗമായിട്ടും നമ്മുടെ ഡൈജഷൻ സ്ലോ ആകും. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ വയറ്റിലെ ഒരുപാട് അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകും. നമുക്ക് ഹാർട്ട് ബേൺ, അതായത് നെഞ്ചെരിച്ചിൽ നമുക്ക് തുടർച്ചയായിട്ട് ഉണ്ടാകും.
അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ് കയറുന്ന ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഗ്യാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മേളിൽ കൂടിയും കീഴ്പോട്ട് കൂടിയും ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുക. ഭക്ഷണം ദഹിക്കാതെ കിടക്കുമ്പോഴും അതുപോലെ ഈ ഗ്യാസിന് പോകാനായിട്ട് മറ്റൊരു വഴി അവിടെ ഇല്ലാതെ വന്ന് നമ്മുടെ ആ ഒരു ദഹന പ്രക്രിയ ഒന്ന് ചുരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് ഇത്തരത്തിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഗ്യാസ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് വയറ്റിൽ നിന്ന് പോകുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവുക. വയറ്റിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം വയറ്റിൽ നിന്ന് പോകുമ്പോൾ മുറുക്കം അനുഭവപ്പെടുക, കട്ടിയായിട്ട് പോവുക, പോയിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ട് പോകാത്ത തരത്തിലുള്ള ഒരു ടെൻഡൻസി നമുക്ക് അനുഭവപ്പെടുക. നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ. ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ 4ാമത്തെ ദിവസം നിങ്ങൾക്ക് ലൂസ് മോഷൻ അനുഭവപ്പെടുക. നോർമലി ഈ ഒരു പ്രവർത്തനം എല്ലാവർക്കും തന്നെ നമുക്ക് വയറ്റിൽ നിന്ന് മുഴുവനായിട്ട് പോകാത്തപ്പോൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് അടുത്തൊരു ദിവസം നമുക്ക് വരാനായിട്ട് പോകുന്നത് വയറൊന്ന് ഇളകിയതുപോലെയോ അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് ലൂസായിട്ടോ വയറ്റിൽ നിന്ന് പോവുക, വേദനയോട് കൂടി തന്നെ വയറ്റിൽ നിന്ന് പോവുക. ഈ പ്രവർത്തനവും ഈ ഒരു ലക്ഷണവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ത്രീക്ക് ഈ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 9ാമത്തെ ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുമെങ്കിൽ കൂടി തന്നെ ഏറ്റവും കൂടുതൽ HCG പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസ് ഉണ്ടാവുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 9ാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊജസ്ട്രോൺ ഹോർമോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്രഗ്നൻസി അല്ലാതെയും ഈ ലക്ഷണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ട പ്രൊജസ്ട്രോൺ ഹോർമോണിനേക്കാളും കൂടുതൽ ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് എക്സ്റ്റേണലി നമ്മൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കാനും അതുപോലെ വജൈനൽ ഇൻസേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോഴേക്കും ആഡ് ഓൺ ആയിട്ട് പിന്നീട് പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും നമുക്ക് പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടും, ദഹനത്തിനെ അത് സ്ലോ ഡൗൺ ആക്കും, മറ്റുള്ള പ്രൊജസ്ട്രോണിന്റെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ക്ഷീണം, തളർച്ച അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഇതെല്ലാം നമുക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടുവരിക്കും. അപ്പൊ പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുന്നവർക്ക് ഒരിക്കലും ഈ ഒരു ലക്ഷണം കണ്ടിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ എടുത്ത് നിർത്തിയതിന് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രഗ്നൻസിയുടേതായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അല്ലാത്തവര് ഓവുലേഷന് ശേഷം ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബോഡി ട്രൈ ചെയ്യുക കേട്ടോ. ബോഡി നല്ലതുപോലെ നിങ്ങൾ കെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്താ പറയുക, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വരെ എനിക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്ന ഒരു ലക്ഷണമാണിത്. എന്റെ ജോലി വരെ ഞാൻ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം വയറിൽ ഭയങ്കര അസ്വസ്ഥതകൾ വരുന്നു, ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യാതെ എന്റെ ജോലി വരെ എനിക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ കാണുന്നുണ്ടെങ്കിൽ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. പ്രഗ്നൻസി ആകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 9 ദിവസത്തിന് ശേഷം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.